ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇതും ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻസും ആൻസറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻസർ ഫുള്ളായിട്ടല്ല, അതിൻ്റെ എഴുതേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് മാർക്ക് അനുസരിച്ച് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ആദ്യം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നോക്കാം. 2 മുതൽ 5 മാർക്ക് വരെ ഉള്ളത്. ഓക്കെ, ഒന്നാമത്തത് വാട്ട് ഈസ് കൊമേഴ്സ്യൽ ബാങ്കിങ്? ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താണ് കൊമേഴ്സ്യൽ ബാങ്കിങ്? കൊമേഴ്സ്യൽ ബാങ്കിങ് റെഫേഴ്സ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ലോൺസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്സസ് ഫോർ പ്രോഫിറ്റ്സ്. അതായത് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ഇത് മറ്റ് വ്യക്തികളിൽ നിന്ന്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന, അതായത് ഒരു കൊമേഴ്സ്യൽ പർപ്പസ്, അതൊരു എന്താണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു കച്ചവടം, അതായത് പണം ഡീൽ ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നതാണ് കൊമേഴ്സ്യൽ എന്നുള്ള വാക്കിനർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കൊമേഴ്സ്യൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം RBI ഉണ്ട്. RBI എന്ന് വെച്ചാൽ അത് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള അല്ല, അത് ഓവറോൾ ഒരു എക്കണോമിയിലെ ബാങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അത് RBI എന്ന് പറയുന്നത്, സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുന്നതിനാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ റൺ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് ബാങ്ക്സ്? അത് ബാങ്ക്സിന്റെ, കൊമേഴ്സ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ ചോദിക്കും. ഇപ്പൊ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് പ്രൈമറി ഫംഗ്ഷൻ ആണ്. പിന്നെ അടുത്ത രണ്ടാമത്തത് ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അപ്പോൾ ഇത് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ലോൺസ് കൊടുക്കുകയും ചെയ്യുക, ഇതാണ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷനിൽ വരുന്നത്. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, സേവിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്, പല ഡെപ്പോസിറ്റുകൾ വരും. ഓക്കെ, ഇപ്പം ലോൺ എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഷോർട്ട് ടൈം, ലോങ് ടൈം ലോണുകളുണ്ട്. ഓക്കെ, അതെല്ലാം എഴുതി കൊടുക്കണം. 2 മുതൽ 5 മാർക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്തത് വാട്ട് ഈസ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സർവീസുകൾ, ഇതൊക്കെയാണ് ബാങ്കിങ്, ക്രെഡിറ്റ്, വായ്പ കൊടുക്കുന്നത്, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ സർവീസുകൾ അഫോർഡബിൾ ആയിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ടു ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. വീക്കർ സെക്ഷൻ ഉണ്ട്, റിച്ച് ആയിട്ടുള്ള സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതായത് പാവപ്പെട്ടനും പണക്കാരനും ഒരുപോലെ ബാങ്കിങ് സെക്ഷൻ സർവീസുകൾ അഫോർഡബിൾ ആക്കി കൊടുക്കുന്നതിനാണ് ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്, എല്ലാവരും ഉൾപ്പെടുത്തുക എന്ന് പറയും. ഓക്കെ, എസ്പെഷ്യലി വീക്കർ സെക്ഷൻ, പ്രത്യേകിച്ചും ഈ വീക്കർ ആയിട്ടുള്ള സെക്ഷനെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് ഇതെന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് റിപ്പോ റേറ്റ്? റിപ്പോ റേറ്റ് ഒരു സെൻട്രൽ ബാങ്കിന്റെ ഒരു പോളിസിയാണ്. അതായത് ദ റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലെൻഡ്സ് മണി ടു കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ? റിസർവ് ബാങ്കിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ലോൺ കൊടുക്കുമ്പോഴത്തേക്ക് ചുമ്മാ കൊടുക്കത്തില്ല, പലിശ കൊടുക്കണം. കൊമേഴ്സ്യൽ ബാങ്ക് റിസർവ് ബാങ്കിന് പലിശ കൊടുക്കണം. അപ്പോൾ ഈ ഒരു പലിശ നിരക്കിനാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് എ നോൺ പെർഫോമിംഗ് അസറ്റ്? NPA എന്ന് പറയും. അതായത് എ ലോൺ വെയർ ഇൻട്രസ്റ്റ് റേറ്റ് ഓർ പ്രിൻസിപ്പൽ ഈസ് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 90 days. അതായത് 90 ദിവസത്തിൽ കൂടുതൽ പലിശ അടയ്ക്കാതെ ഇട്ടേക്കുന്ന ലോണുകളെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കും, 5 മുതൽ 8 മാർക്ക് വരെ. അത് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടന എങ്ങനെയാണെന്ന്. അത് ദ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള, അതായത് അപ്പെക്സ് എന്ന് പറയും. ഇത് എന്താണ്? സെൻട്രൽ ബാങ്ക് ആണ്, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അതിന് കീഴിൽ എന്താണ്? കൊമേഴ്സ്യൽ ബാങ്കുകൾ വരുന്നുണ്ട്. നമുക്ക് ആക്സിസ് ബാങ്ക്, HDFC അങ്ങനെയുള്ള കൊമേഴ്സ്യൽ ബാങ്കുകൾ. അത് പബ്ലിക്, പ്രൈവറ്റ്, ഫോറിൻ. ഓക്കെ, കൊമേഴ്സ്യൽ ബാങ്ക് ഈ 3 പബ്ലിക്കായിട്ട് വരും, പ്രൈവറ്റ് ആയിട്ടും ഫോറിൻ ബാങ്കുകൾ. പബ്ലിക്കിനും ഉണ്ട് കേട്ടോ. അത് എന്താണ്? പബ്ലിക് ബാങ്കും കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, കോഓപ്പറേറ്റീവ് സഹകരണ ബാങ്കുകളുണ്ട്. നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളുണ്ടാവും. പിന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഒരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ ആ ഒരു സ്ട്രക്ചറാണ്. ഇതൊക്കെ വിശദമായിട്ട് എഴുതി കൊടുക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ്. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഇഷ്യൂ ഓഫ് കറൻസി നോട്ടുകൾ അച്ചടിക്കുക എന്നുള്ളത്. പിന്നെ ബാങ്ക് അറ്റ് ദ ഗവൺമെന്റ്. ഇപ്പം നമ്മളൊരു പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊമേഴ്സ്യൽ ബാങ്കിൽ പോകും. ഗവൺമെന്റിൽ ഇടപാടുകൾ നടത്തുന്നത് RBI-യിലൂടെയാണ്. ഓക്കെ, അത് സെൻട്രൽ ബാങ്കിലൂടെയാണ്. ഓക്കെ, അടുത്ത ബാങ്കേഴ്സ് ബാങ്ക്, അതായത് മറ്റ് കൊമേഴ്സ്യൽ ബാങ്കുകളെല്ലാം നിയന്ത്രിക്കുന്നത്, അതായത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, ലോൺ കൊടുക്കുന്നതും നേർവഴിക്ക് നടത്തുന്നതും എല്ലാം ആരാണ്? RBI ആണ്. അത് മറ്റൊരു ഫംഗ്ഷനാണ്. അടുത്തത് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. അത് രാജ്യത്ത് പണപ്പെരുപ്പം, പണച്ചുരുക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയന്ത്രിച്ച് ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ഒന്നും ഇല്ലാതെ എക്കണോമി ഒരു സ്റ്റേബിളായിട്ട് കൊണ്ടുപോകുക എന്നുള്ള ചുമതലയും ആർക്കുണ്ട്? RBI-ക്കുണ്ട്. അടുത്തത് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ചുകൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ RBI-യിൽ ഒരുപാട് വിദേശ നാണ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്, ആവശ്യമുള്ളപ്പോൾ വിൽക്കുന്നത്, മേടിക്കുന്നത്, ഇങ്ങനെയുള്ള ആ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുക, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ RBI ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. അടുത്തെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. എന്താണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്?
അതായത് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ലെൻഡ് എ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ലോൺസ് ടു സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് MSMEs എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകളെയാണ്. അത് ചെറുകിട വ്യവസായങ്ങളാണ് ഈ MSMEs എന്ന് പറയുന്നത്. അപ്പം അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടും MSMEസിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ഹൗസിങ്ങിന് വേണ്ടിയിട്ട്, ടു പ്രൊമോട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്ത്, നേരത്തെ പറഞ്ഞ ഇൻക്ലൂസീവ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സെക്ടറുകൾക്ക് ബാങ്കുകൾ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ലോൺ കൊടുക്കുന്നതിനെയാണ് ഒരു പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ആർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്താണ് മണി മാർക്കറ്റ് എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു വെജിറ്റബിൾ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വെജിറ്റബിൾ മേടിക്കാൻ കഴിയും അല്ലേ. അത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് മണി മാർക്കറ്റാണ്. പൈസ ഡീൽ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എല്ലാ മാർക്കറ്റുകളും മണി മാർക്കറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ മണി മാർക്കറ്റിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് അവർ മണി മാർക്കറ്റിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഓക്കെ, അത് ഷോർട്ട് ടൈം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സച്ച് ആസ്, ഇതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഷോർട്ട് ടൈം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഒന്നാമത് ട്രഷറി ബില്ലാണ്. അതായത് ട്രഷറി ബില്ല് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് RBI ആണ് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അത് ഗവൺമെന്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെന്റ് ആണ്, ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇത് 1 year ആണ് ഇതിന്റെ, 1 year താഴെയാണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അടുത്തത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയും. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് വെച്ചാൽ ലാർജ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. ഇതെല്ലാം എന്താണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, അതിനെല്ലാം വാല്യൂ ഉള്ളതാണ്. ഓക്കെ, അടുത്തത് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയും. ഓക്കെ, ഇത് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കുകളാണ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകളൊക്കെയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഇതാണ്, ഇപ്പം ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവത്തില്ലേ. ഓക്കെ, അതാണ് ഈ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ വിശദീകരിച്ച് എഴുതി കൊടുക്കണം ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ. അടുത്തത് എക്സ്പ്ലെയിൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ്സ് വെയർ ഫൈനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് ഷെയർസ്, ബോണ്ട് ആൻഡ് ഡെറിവേറ്റീവ്സ് ആർ ട്രേഡഡ്. അതായത് ഇത് എവിടെ ട്രേഡ് ചെയ്താലും, ഇപ്പം ഷെയർ മാർക്കറ്റ്, ഇപ്പം അതിൽ ഷെയർ ആണ് ഡീൽ ചെയ്യുന്നത്, പർച്ചേസ് ആൻഡ് സെയിൽ ചെയ്യുന്നത്. അപ്പം ബോണ്ട്, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് എവിടെ കിട്ടുന്നോ അതെല്ലാം ഫൈനാൻഷ്യൽ മാർക്കറ്റാണ്. അതിന് 2 ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. ഈ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പം 1 വർഷത്തിൽ താഴെയുള്ള ഷോർട്ട് ടൈം ഫണ്ട്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റുകളാണ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ പോലെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈം ഫണ്ട്സ്, 1 വർഷത്തിൽ കൂടുതൽ ഉള്ള ഫണ്ടുകൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വിശദമായിട്ട് എഴുതി കൊടുക്കണം. പക്ഷേ ഈ ക്യാപിറ്റൽ മാർക്കറ്റിന് ഹൈ റിട്ടേൺ ആണ്, എന്നാൽ റിസ്ക് കൂടുതലായിരിക്കും. അടുത്തത് 10 മുതൽ 15 മാർക്ക് വരെയുള്ള ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ആൻഡ് റോൾ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് നടത്തുന്നത്? ഓക്കെ, അതിൽ ഒന്നാമത്തത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്. അതായത് ആൾക്കാരുടെ സേവിങ് അവരുടെ കയ്യിൽ വെക്കാതെ ബാങ്ക് കൊണ്ടിടുമ്പോഴത്തേക്ക് ആ സേവിങ് മൊബിലൈസ് എന്ന വാക്കിനർത്ഥം അങ്ങോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, അങ്ങോട്ട് ചാനൽ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഒരാളുടെ കയ്യിൽ മാത്രം ഫണ്ട് നിൽക്കാതെ, അതായത് പണം നിൽക്കാതെ. അടുത്ത ക്രെഡിറ്റ് ക്രിയേഷൻ. ക്രെഡിറ്റ് ക്രിയേഷൻ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, അത് കണ്ടില്ലാത്തവർക്ക് ലിങ്ക് ഇട്ടേക്ക്, അത് കണ്ടാൽ അത് മനസ്സിലാവുന്നതാണ്. ക്രെഡിറ്റ് ക്രിയേഷൻ വെച്ചാൽ ചുരുക്കി പറയാം, അതൊരു ബാങ്കിന്റെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് വന്നെന്ന് വെക്കുക. ഈ ഡെപ്പോസിറ്റ് അവർ ലോണായിട്ട് കൊടുക്കും. ആ ലോൺ പോകുന്നത് ആ ബാങ്കിന്റെ തന്നെ ഒരു അക്കൗണ്ടിലേക്കാണ്. ഓക്കെ, എന്നിട്ട് ആ ബാങ്കിന്റെ അക്കൗണ്ടിനും നമ്മുടെ ബാങ്കിന്റെ കയ്യിൽ വെക്കേണ്ട ഒരു റേഷ്യോ ഉണ്ട്. അപ്പം 1 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ഇപ്പം 20% ആയിരിക്കും കയ്യിൽ വെക്കേണ്ടത്, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. ഇത് കഴിച്ചിട്ട് ബാക്കി 80% ലോണായിട്ട് കൊടുക്കും. ഓക്കെ, ഇത് ആ അക്കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്, ആ ബാങ്കിന്റെ അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. ഈ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ലോൺ പോകും, 20% കഴിച്ചിട്ട് ബാക്കി 80% ലോൺ പോകും. ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് ചില അസംഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇത് എന്ത് ചെയ്യുന്നില്ല, അത് കസ്റ്റമർ അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യുന്നില്ല എന്നൊരു അസംഷനിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അടുത്തത് പ്രൊമോട്ടിംഗ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയും ട്രേഡിനെയും പ്രൊമോട്ട് ചെയ്യുന്നു. അതിന് വായ്പകൾ കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അടുത്തത് സപ്പോർട്ടിങ് അഗ്രികൾച്ചർ, അതായത് ലോൺ കൊടുത്തും പല രീതിയിലും അഗ്രികൾച്ചറിനെ, കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫംഗ്ഷൻ കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് ഫെസിലിറ്റേറ്റിംഗ് പേയ്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ പേ വഴി നമുക്കൊരു പേയ്മെന്റ് നടത്താം. ഇപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു വെച്ചിരുന്നാൽ മാസം ആ ബാങ്ക് തന്നെ നമുക്കൊന്നും അറിയണ്ട, കറക്റ്റായിട്ട് ബില്ല് അവർ റെഗുലർ ആയിട്ടുള്ള പേയ്മെന്റ് നടത്തിക്കോളും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് ചെയ്യുന്നുണ്ട്.
അടുത്തെന്ന് പറയുന്നത് ഡിസ്കസ് ബാങ്കിങ് സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടർ റിഫോംസിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്, എസ് എ ടൈപ്പ്. അപ്പോൾ ഒന്നാമത്തെ പറയുന്നത് റിഫോംസിൽ ആദ്യത്തേത് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻസ് ആണ്. നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻസ് ഇപ്പം SLR, അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അത് ക്യാഷ് റിസർവ് റേഷ്യോസ് കുറയ്ക്കുക, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ റെഗുലേഷൻ കൊണ്ടുവരിക, ബാങ്കിങ് സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക, ഇങ്ങനെ കുറച്ച് റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബാങ്കിങ് സെക്ടർ റീഫോംസിന്റെ ഭാഗമായിട്ടാണ് വന്നത്. അടുത്തത് റിഡക്ഷൻ ഓഫ് NPAs, അതായത് NPAs നേരത്തെ പറഞ്ഞായിരുന്നു, നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഓക്കെ, 90 ദിവസത്തിൽ കൂടുതൽ ഇത് പലിശ അടയ്ക്കാൻ വെച്ചേക്കുന്ന ഈ ലോണുകളൊക്കെ അതിന്റെ ഇത് കുറച്ചു കൊണ്ടുവരിക. ഇൻട്രൊഡക്ഷൻ ഓഫ് ബേസൽ നോംസ്. ബേസൽ നോം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ബാങ്കിങ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് അന്താരാഷ്ട്ര ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബേസൽ നോംസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ബാങ്കിങ് സെക്ടർ റീഫോമിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. അടുത്തത് പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ കൊണ്ടുവന്നു. പിന്നെ ഡിജിറ്റൽ ബാങ്കിങ് ഇനിഷ്യേറ്റീവ്സ്, ഡിജിറ്റൽ ബാങ്കിങ് അറിയില്ല, ഇപ്പം ഓൺലൈൻ പേയ്മെന്റ്, ഇങ്ങനെയുള്ള ബാങ്കിങ് പേയ്മെന്റ് കൊണ്ടുവന്നു. ഇതെല്ലാം ബാങ്കിങ് സെക്ടർ റീഫോമിന്റെ ഭാഗമായിട്ട് വന്നതാണ്. മറ്റൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. നേരത്തെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 10 മുതൽ 15 മാർക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് റെഡ്യൂസസ് പോവർട്ടി. ഓക്കെ, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക. പ്രൊമോട്ട്സ് എക്കണോമിക് ഇക്വാളിറ്റി. എക്കണോമിക് ഇക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് വീക്കർ സെക്ഷനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നൊരു സിസ്റ്റമാണ് ഈ എക്കണോമിക് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഇംപ്രൂവ്സ് ആക്സസ് ടു ക്രെഡിറ്റ്. വായ്പാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പം ചെറുകിട വ്യവസായങ്ങൾക്ക്, കർഷകർക്ക് ഒക്കെ വായ്പാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഈ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനിൽ വരുന്നത്. അടുത്തത് എൻകറേജസ് സേവിങ് ഹാബിറ്റ്, അതായത് ജനങ്ങളുടെ സേവിങ് ഹാബിറ്റ് എൻകറേജ് ചെയ്യുക. അതായത് ആൾക്കാരുടെ കയ്യിൽ പണം സൂക്ഷിക്കുന്നതിന് പകരം ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കും, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വിശദീകരിച്ച് എഴുതി കൊടുക്കണം. അടുത്ത് പറയുന്നത് എക്സ്പ്ലെയിൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് നേരത്തെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, അതായത് ന്യൂ ഇഷ്യൂസ് ആണ്, പുതിയ ഇഷ്യൂസ് ഓഫ് സ്റ്റോക്ക്, ഷെയർസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൈമറി മാർക്കറ്റിൽ വരുന്നത്. സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്. സെക്കൻഡറി മാർക്കറ്റ് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ആണ് സെക്കൻഡറി മാർക്കറ്റിൽ വരുന്നത്. അതായത് സെക്യൂരിറ്റീസ് ബോട്ട് ആൻഡ് സോൾഡ്, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു മേഖല. അപ്പോൾ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് വെച്ചാൽ ഷെയർസ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഡിബഞ്ചർ ഇൻസ്ട്രുമെന്റ് ആണ്, ബോണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് വിശദമായിട്ട് എഴുതി കൊടുക്കണം. അടുത്തത് എക്സ്പ്ലെയിൻ ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ് എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ഒരു 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റിന്റെ കാര്യമൊക്കെ വിശദമായിട്ട് പറഞ്ഞായിരുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതായത് എന്താണ്, ബാങ്ക്സ് ക്രിയേറ്റ് ക്രെഡിറ്റ് ബൈ ലെൻഡിങ് മോർ ദാൻ ദെയർ റിസർവ്സ് ത്രൂ ദ മൾട്ടിപ്ലയർ എഫക്ട്. ഇതിനെ മണി മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അവരുടെ കയ്യിൽ കിട്ടുന്ന പൈസയെക്കാട്ടിയും കൂടുതൽ അവരെന്ത് ചെയ്യുന്നു, ഒരു പണം മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കുന്നതിനെയാണ് ഈ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇൻക്രീസിങ് മണി സപ്ലൈ ഇൻ ദ എക്കോണമി. എക്കോണമിയിൽ മണി സപ്ലൈ, അത് പണപ്പെരുപ്പം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ്. കൂടുതൽ പണം കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നു. ഓക്കെ, ഇത് കൺട്രോൾ ചെയ്യുന്നതാണ് സെൻട്രൽ ബാങ്കിന്റെ ജോലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് നോക്കാം. അത് കൂടുതലായിട്ടും റിപ്പീറ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതായത് ഫങ്ഷൻസ് ഓഫ് RBI, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്, ബാങ്കിങ് റിഫോംസ്, ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, ക്രെഡിറ്റ് ക്രിയേഷൻ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഈ ടോപ്പിക്കുകൾ എന്താണ്, ദീസ് ടോപ്പിക്സ് ഫ്രീക്വൻലി അപ്പിയർ ഇൻ എക്സാംസ് ആണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.